ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. ഇന്ന് ഞാൻ പുതിയൊരു ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത്. ഓഫറെന്ന് പറയാൻ പറ്റില്ല, ഒരു കിറ്റാണ്. ഇപ്പം നല്ല ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന കുറച്ചധികം ഒരു 5 ടൈപ്പ് ഹെയർ ബാൻഡ്സ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കിറ്റാണ് നമ്മളിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ആദ്യം ഞാൻ ആ ഹെയർ ബാൻഡ്സിൻ്റെ മോഡൽസ് കാണിച്ചു തരാം. ഇതാണ് അതിലാദ്യത്തെ ഹെയർ ബാൻഡ്. ഇതാണ് നമ്മുടെ അടുത്ത മോഡൽ. രണ്ട് കളർ ബീഡ്സ് വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഹെയർ ബാൻഡാണ് കേട്ടോ. അപ്പോൾ 2 മോഡൽ നിങ്ങൾക്ക് ക്ലോസറായിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് നമ്മുടെ ആദ്യത്തെ 2 മോഡൽസ്. ഇനി അടുത്തത് ഇതുപോലുള്ള മെറ്റൽ ഹെയർ ബാൻഡാണ് കേട്ടോ. നമ്മളിതിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന വീതി കുറഞ്ഞത് ഗോൾഡ് കളറാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ഹെയർ ബാൻഡ് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത് കുറച്ച് മുന്നേ നല്ല ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ ഹെയർ ബാൻഡാണിത്. ഇതുപോലുള്ള ഫ്ലോറൽ പാറ്റേൺസ്, ഇതുപോലെ പേൾസൊക്കെ വെച്ച് നമ്മൾ ടിയാരയൊക്കെ ചെയ്യുന്ന അതേ മോഡലിൽ ടിയാര പോലെ ആദ്യം ചെയ്തിട്ട് നമ്മൾ ഈ നമ്മുടെ മെറ്റൽ ഹെയർ ബാൻഡിലേക്ക് അതിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇങ്ങനത്തെ മോഡൽ ഇപ്പോൾ നല്ല ട്രെൻഡിങ് ആണ് കേട്ടോ. ഇനി നമുക്ക് നാലാമത്തെ മോഡൽ നോക്കാം. ഇങ്ങനെയാണ് ഞാൻ നാലാമത്തെ മോഡൽ ചെയ്തിരിക്കുന്നത്. ഇതെനിക്ക് സിംഗിൾ കളറിൽ ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നി. നമുക്ക് മൾട്ടി കളറായിട്ടും ചെയ്യാം, 2 കളേഴ്സിലൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഓരോ ലെയർ ഓരോ കളറൊക്കെ കൊടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇനി നമ്മുടെ 5ാമത്തെ മോഡൽ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ക്രൗൺ ആണ് ചെയ്തിരിക്കുന്നത്. ക്രൗണ് ഇപ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ മൂവിങ് ഉള്ളതാണ്. കുറച്ച് നാൾ മുന്നേ വന്നിട്ടുള്ള ട്രെൻഡിങ്ങിൽ വന്നിട്ടുള്ള ഒരു ഐറ്റമാണ് ക്രൗൺ എന്ന് പറയുന്നത്. ഇത് നമ്മൾ സൈഡിൽ ബീഡ്സ് അല്ല വെച്ചിരിക്കുന്നത്, സ്റ്റോൺ ലേസ് വെച്ചിട്ട് അതിനിടയിൽ കൂടെയാണ് ബീഡ്സ് കണക്ട് ചെയ്ത് പോയിരിക്കുന്നത് കേട്ടോ. അതൊരു കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നി, അതാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കിറ്റിൽ സ്റ്റോൺ ലേസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം കളേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, കളേഴ്സ് ഞാൻ ഇത് തന്നെ ആയിരിക്കണം എന്നില്ല നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് കളർ പ്രിഫറൻസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതനുസരിച്ച് നമ്മൾ അത് നിങ്ങൾക്ക് അവൈലബിൾ ആക്കും കേട്ടോ. അപ്പോൾ ഇത്രയാണ് 5 ഹെയർ ബാൻഡ്സ് നമുക്ക് ഈ ഒരു കിറ്റിലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 5 ഹെയർ ബാൻഡ്സിൻ്റെ മോഡൽ കാണിച്ചതാണ്. നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും മാച്ച് ചെയ്യാം, സെയിം തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് മാറ്റി ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ കിറ്റിലുള്ള ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് 5 മെറ്റൽ ഹെയർ ബാൻഡ്സ് ആണ്. വീതി കുറഞ്ഞിട്ടുള്ളതാണ്, ഗോൾഡൻ കളറാണ് കേട്ടോ. ഇനി അടുത്തത് 2 ഗിയർ വയർ കിറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 2 ഗിയർ വയർ എന്ന് പറയുമ്പോൾ 0.4 mm ആണ് അതിൻ്റെ സൈസ് വരുന്നത്. ഒരു ഗോൾഡും ഒരു സിൽവറുമാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് 2 ഗോൾഡാണ് വേണ്ടതെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, അതല്ല സിൽവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ പ്രിഫറൻസ് ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് ചെയ്തു തരാം കേട്ടോ. അപ്പം എന്തായാലും 2 റോള് ഗിയർ വയറാണ് നമ്മളിതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ആക്ച്വലി ഇതിൻ്റെ പേര് ഗിയർ വയർ എന്നല്ല കേട്ടോ, കോപ്പർ വയറാണ്. ഗിയർ വയർ എന്ന് പറയുന്നത് നമ്മൾ ജ്വല്ലറിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ത്രെഡിനെയാണ്, ആ ഒരു വയറിനെയാണ് ഗിയർ വയർ എന്ന് പറയുക. പക്ഷേ നമ്മൾക്ക് ഇപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ പറഞ്ഞ് എല്ലാവരും ചോദിക്കുന്നത് ഗിയർ വയർ ഉണ്ടോ എന്നാണ്. അതുകൊണ്ട് ഇപ്പം ഗിയർ വയർ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ 0.4 mm ആണ് അതിൻ്റെ സൈസ് വരുന്നത്. 2 എണ്ണം വെക്കുന്നുണ്ട് കേട്ടോ, 2 ഫുൾ റോള്. ഇനി നമുക്ക് ഓരോ ഹെയർ ബാൻഡ്സിനും വേണ്ടുന്ന ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. ഓരോ ഹെയർ ബാൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള അത്രയും ക്വാണ്ടിറ്റിയാണ് നമുക്ക് എന്തായാലും കിറ്റിൽ ഉണ്ടാവുക. ഇതുണ്ട്, ഇത് നമ്മൾ 2 കളേഴ്സാണല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 കളർ എന്ന് പറയുമ്പോൾ ഈ 2 കളർ തന്നെ ആവണമെന്നൊന്നുമില്ല, എന്തായാലും മാച്ച് ചെയ്ത് പോകുന്ന 2 കളേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. 2 കളറിൻ്റെയും ഓരോ സ്ട്രിങ് വീതമാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ളത്. കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 2 കളേഴ്സാണ് ഉണ്ടാകുന്നത്. 2 കളേഴ്സിൻ്റെയും ഓരോ സ്ട്രിങ് വീതം നമ്മളിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഹെയർ ബാൻഡ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഇത്രയും ബീഡ്സ് ആവശ്യം വന്നിട്ടില്ല. ഇതിനകത്ത് കുറച്ച് ബാലൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഈ മോഡൽ ഹെയർ ബാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യം വരുന്ന അത്രയും ക്വാണ്ടിറ്റിയിലുള്ള ബീഡ്സാണിത്. കണ്ടോ, ഇതും ഈ പറഞ്ഞ പോലെ സെയിം കളർ ആവണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണോ കളർ പ്രിഫറൻസ് ഉള്ളത് അത് പറയുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് തരാനായിട്ട് പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കളേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. കുറച്ചധികം കളേഴ്സ് സ്റ്റോക്ക് ഉണ്ട്, അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പിങ്ക് ഫ്ലവർ വെച്ചിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് കാണിച്ചില്ലേ, അതുപോലത്തെ മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയലാണ്. കണ്ടോ, ഇതാണ് പിങ്ക് ഫ്ലവേഴ്സ്. അതിൻ്റെ കൂട്ടത്തിൽ കാണുന്ന ബീഡ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെയർ ബാൻഡിൽ നമ്മൾ ആ പിങ്ക് കളർ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ കുഞ്ഞു കുഞ്ഞു ബീഡ്സ് വെച്ചിട്ടുണ്ട്. അതുപോലത്തെ ബീഡ്സാണ് നമ്മൾ ഈ ഒരു പാക്കിൽ ഈ ഫ്ലവറിൻ്റെ കൂട്ടത്തിൽ തന്നെ വെച്ചിരിക്കുന്നത്. മാച്ചിങ് ആയിട്ടുള്ള കളറാണ്, സെയിം കളർ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പം ഞാൻ കാണിക്കുന്നത് ഇപ്പം ഞാൻ മോഡൽ കാണിക്കുന്നത് പിങ്ക് കളർ ആയതുകൊണ്ടാണ് അതിൻ്റെ ക്വാണ്ടിറ്റി ഈ പാക്കറ്റിൽ ഞാൻ പിങ്ക് കളർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഫ്ലവേഴ്സ് പിങ്ക് കളർ മാത്രമല്ല വേറെ കുറച്ച് കളേഴ്സ് ഉണ്ട്. ആ കളേഴ്സ് ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ നിങ്ങൾക്ക് പിങ്ക് കളർ തന്നെ ആവണം കിട്ടണം എന്നില്ല. ഈ കാണിക്കുന്നതിൽ ഏതെങ്കിലുമൊക്കെ കളേഴ്സ് ആവാം കേട്ടോ. ദ ഗ്രീൻ ഉണ്ട്, റെഡ്, യെല്ലോ, ഓറഞ്ച്, അതുപോലെ ബ്ലൂ ഉണ്ട്, പർപ്പിൾ ഷെയ്ഡുണ്ട്, അങ്ങനെ കുറച്ച് കളേഴ്സായിട്ടുണ്ട്. അപ്പം അതിലേതെങ്കിലുമൊക്കെ കളേഴ്സ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുക. പക്ഷെ കിട്ടുന്നതെല്ലാം ഈ ഒറ്റ ഒരു കളേഴ്സായിരിക്കും, ഐ മീൻ സെയിം കളറായിരിക്കും. പിന്നെ ഇനി മൾട്ടി കളർ വേണം എന്നുള്ളവർ പറയുവാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ കാണിച്ച ഹെയർ ബാൻഡിൽ നമുക്ക് വേണ്ടത് വൈറ്റ് ബീഡ്സ് ആണ്. 4mm സൈസിലുള്ള വൈറ്റ് ബീഡ്സ് ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കൂട്ടിയിരിക്കുന്നത്. ഇത് കുറച്ച് അധികം ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്യാനുള്ളതിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ടുണ്ടാവും. നമ്മൾ ആ ഒരു ക്രൗൺ കാണിച്ചില്ലേ, അതിൽ നമുക്ക് കുറച്ച് വേണം, എന്നാലും നമുക്ക് ബാലൻസ് ഉണ്ടാവും. അപ്പോൾ അതാ കണ്ടോ, ഈ രണ്ടെണ്ണം, ഈ 2 ടൈപ്പാണ് നമുക്ക് ആ ഒരു ഇപ്പോൾ കാണിച്ച ആ ഒരു ഹെയർ ബാൻഡിന് വേണ്ടത്. ബാലൻസ് കുറച്ച് നമുക്ക് ആ ക്രൗണിലേക്കും വേണം, അത് കഴിഞ്ഞിട്ടും ബാലൻസ് ഉണ്ടാവും. അപ്പോൾ ആ പിങ്ക് മുത്തും കുറച്ച് ബാലൻസ് ഉണ്ടാവും, ഈ ഒരു വൈറ്റ് മുത്ത് ബാലൻസ് ഉണ്ടാവും, ബാക്കിയുള്ള എല്ലാ മുത്തുകളും ബാലൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗിയർ വയറിലും ചെയ്ത് കഴിഞ്ഞിട്ട് ബാലൻസ് ഉണ്ടാവും കേട്ടോ. ഞാൻ ഈ 5 ഹെയർ ബാൻഡ്സും ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ബാലൻസ് ഉള്ള ഗിയർ വയറാണ്, എൻ്റെ രണ്ടാമത്തെ റോളിൽ ബാലൻസ് ഉള്ള ഗിയർ വയറാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് വേറെ ടിയാരയൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ വൈറ്റ് ഫ്ലവേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന ഹെയർ ബാൻഡിൻ്റെ മെറ്റീരിയലാണ് നോക്കുന്നത്. അപ്പോൾ വൈറ്റ് ഫ്ലവേഴ്സ് ഉണ്ട്, ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ടുള്ള ഒരു റെഡ് ബീഡും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെഡ് ബീഡ് തന്നെ ആവണമെന്നില്ല, പല കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഞാനിപ്പം മോഡൽ കാണിച്ചിട്ടുള്ളത് റെഡ് ആയതുകൊണ്ട് തന്നെയാണ് ആ പാക്കറ്റിലും റെഡ് തന്നെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ ക്രൗണാണ്. അപ്പോൾ ക്രൗണിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത് വൈറ്റ് ബീഡ് യൂസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി അത് കാണിച്ചതാണ്. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേസാണ് കേട്ടോ, സ്റ്റോൺ ലേസാണ്. സ്റ്റോൺ ലേസ് 2 ലെയറുള്ള സ്റ്റോൺ ലേസാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതാ 2 കളേഴ്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ ഉള്ളത്, സിൽവറും ഗോൾഡും. അപ്പം ഇതിൽ ഏത് കളറാണോ നമുക്ക് ആ സമയത്ത് നമ്മുടെ കയ്യിലുള്ളത് അതായിരിക്കും നമ്മൾ കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ 2 ലെയർ ആയിരിക്കും ഉണ്ടാവുക, 2 സ്റ്റോണിൻ്റെ വിഡ്ത്ത് ആയിരിക്കും ഉണ്ടാവുക. ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു ഹെയർ ബാൻഡ് ചെയ്യാൻ വേണ്ടുന്ന ലെങ്ത്ത് ആയിരിക്കും കേട്ടോ വയ്ക്കുക. പിന്നെ ഉള്ളത് ഇതുപോലെ ഒരു കളർ സ്റ്റോണല്ല, കളർ ബീഡ്. ഓക്കെ, അപ്പം അതും ഈ പറഞ്ഞ പോലെ ഈ സെയിം കളർ ആവണം എന്നില്ല, ഏതെങ്കിലുമൊക്കെ കളേഴ്സ് ആവാം. അത് നിങ്ങൾക്ക് പ്രിഫറൻസസ് ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ബീഡ്സിലും നമുക്ക് ബാലൻസ് ഉണ്ടാവും കേട്ടോ. എല്ലാ ബീഡ്സിൻ്റെയും കുറച്ച് ബാലൻസ് ഉണ്ടാവും, ഗിയർ വയറും ബാലൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് അതിന് വേറെ ഹെയർ വെയിൻ ചെയ്യുമോ, അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് അതിന് നമുക്ക് ബാലൻസും കൂടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ 5 മോഡൽസ്. ഈ 5 മോഡൽസിനുള്ള മെറ്റീരിയൽസാണ് ഇപ്പം നമ്മൾ കാണിച്ചത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക. സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, മാക്സിമം കോൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക, മെസ്സേജുകൾ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഐറ്റംസ്. ഈ ഒരു കിറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഈ 5 ഹെയർ ബാൻഡ്സും പിന്നെ ഹെയർ വെയിൻ ചെയ്യാനുള്ള ബാലൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഹെയർ വെയിനും ചെയ്യാൻ പറ്റും. ഈ 5 ഹെയർ ബാൻഡ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 250 രൂപയാണ്. ഷിപ്പിംഗ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഷിപ്പിംഗ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ 5 ഹെയർ ബാൻഡ്സ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 250 രൂപയാണ്. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽസ് വേണ്ട ആളുകൾ വേഗം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്തോളൂ. ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ, നമ്മുടെ കയ്യിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരുപാടധികം സ്റ്റോക്സ് ഇല്ല, ബീഡ്സൊക്കെ കുറഞ്ഞ അളവിലേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം ഓർഡർ പ്ലേസ് ചെയ്യുക. ഇനിയും ഒരുപാട് ഓഫേഴ്സും കിറ്റുകളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.